2017 കേസും അതിലെ ഒരു പ്രധാന തെളിവായി മാറിയ മെമ്മറി കാർഡും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല സംഭവ വികാസങ്ങളും സംശയങ്ങളും പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു വിശദീകരണ വീഡിയോ ആണിത്. പല ആൾക്കാരും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി, അതായത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള, അതായത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം: കേസിന് ആസ്പദമായ ആ മെമ്മറി കാർഡിന്റെ സീരിയൽ നമ്പർ എന്തുകൊണ്ടാണ് ഒരു റിപ്പോർട്ടിലും പരാമർശിക്കപ്പെടാത്തത്? ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് പലരും ചോദിച്ചത്. മെമ്മറി കാർഡിന്റെ സീരിയൽ നമ്പർ ചിലപ്പോൾ രേഖപ്പെടുത്താൻ വിട്ടുപോയതായിരിക്കും. പക്ഷേ സീരിയൽ നമ്പറിനുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ തെളിവുകൾ ശേഖരിച്ച ശേഷം അത് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ ഡിജിറ്റൽ ഡിവൈസുകളുടെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ട്. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ലോകമെമ്പാടുമുള്ള പല അന്വേഷണ ഏജൻസികളും ഫോളോ ചെയ്തു വരുന്ന ഒരു പ്രോട്ടോകോളാണത്. അതായത് ഒരു അപ്രോച്ചാണത്. ഇത് എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരിയൽ നമ്പറാണ് അതിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു രേഖ അല്ലെങ്കിൽ ഒരു നമ്പർ. ഇപ്പോൾ സീരിയൽ നമ്പർ ഓരോ മെമ്മറി കാർഡിനും ഓരോ സീരിയൽ നമ്പർ ആയിരിക്കും. അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഏത് കൊല്ലമാണ്, ഏത് മാസമാണ്, ഏത് ബാച്ചാണെന്നുള്ളതൊക്കെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കേണ്ടതാണ്. ലോകമെമ്പാടുമുള്ള പല അന്വേഷണ ഏജൻസികളും ഈ സീരിയൽ നമ്പർ യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. അതായത് ഏത് സ്റ്റോറിലാണ് വിറ്റത്, ആർക്കാണ് വിറ്റത്, ഏത് കൊല്ലമാണ് വിറ്റത് എന്ന് അവർക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ പല കേസുകളിലും ഇപ്പോൾ 2022 കസ്റ്റഡിയിലെടുത്ത ഒരു മെമ്മറി കാർഡ് അതിന് 2024 25 റിലീസ് ചെയ്യപ്പെട്ട ഒരു മെമ്മറി കാർഡിന്റെ സീരിയൽ നമ്പർ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെമ്മറി കാർഡ് മൊത്തത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. ഈ 2022 2025 24 ഉള്ള കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ സീരിയൽ നമ്പർ എന്തുകൊണ്ട് ഒരു റിപ്പോർട്ടിലും ഇല്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഇപ്പോൾ വ്യക്തമല്ല, എന്തുകൊണ്ടില്ല എന്നുള്ളത്. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FSLന്റെ റിപ്പോർട്ടുകളിലൊന്നും അത് പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള, അതായത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് കണ്ടിട്ടില്ല, ഒരു റിപ്പോർട്ടിലും കണ്ടിട്ടില്ല. പക്ഷെ അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് മതിയാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് ചോദ്യം ചെയ്യപ്പെടാത്തത്. പക്ഷേ ഇതൊരു സിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം ഇല്ലീഗൽ ആക്സസ് ആണോ അതോ അൺഓതറൈസ്ഡ് ആക്സസ് ആണോ എന്നാണ്. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ച്, അതായത് ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിവൈസ് പരിശോധിക്കുമ്പോൾ അതിനെ ഒരു റൈറ്റ് ബ്ലോക്കർ മൂലം മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മെമ്മറി ഡിവൈസിലുള്ള, ഈ മെമ്മറി കാർഡിലുള്ള ഫയലുകൾ അല്ലെങ്കിൽ ഫയൽ സിസ്റ്റം അത് മോഡിഫൈ ചെയ്യപ്പെടരുത് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് റൈറ്റ് ബ്ലോക്കർ യൂസ് ചെയ്യാൻ പറയുന്നത്. അതാണ് പൊതുവായിട്ടുള്ള നിയമം. അത് ഇൻറ്റഗ്രിറ്റി പ്രിസർവ് ചെയ്യാനുള്ളതാണ്. അതായത് ഈ മെമ്മറി കാർഡിലുള്ള ഫയലുകളുടെ ഇൻറ്റഗ്രിറ്റി, അതായത് മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, അതായത് അത് കൃത്രിമത്വം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് ബ്ലോക്കർ യൂസ് ചെയ്യുന്നത്. അതായത് റീഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നമുക്ക് റൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്താൽ അത് ടാമ്പറിങ് തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ഇൻറ്റഗ്രിറ്റി, ഫയൽ സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി തീർച്ചയായിട്ടും മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫയൽ സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി മാറിയതുകൊണ്ട് അൺഓതറൈസ്ഡ് ആണ്. കാരണം അൺഓതറൈസ്ഡ് ആയതുകൊണ്ടാണല്ലോ റൈറ്റ് ബ്ലോക്കർ യൂസ് ചെയ്യാതെ ആക്സസ് ചെയ്തത്. അപ്പോൾ അത് ഇല്ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലീഗലാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അടുത്ത ചോദ്യം, FSL അതായത് ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ഇല്ലീഗൽ ആക്സസ് എന്ന് പറയുന്നില്ല? അത് ചിലപ്പോൾ വെറും ഒരു പദം അല്ലെങ്കിൽ വെറും ഒരു ടേം മാത്രമായിരിക്കും. FSLന്റെ റിപ്പോർട്ടിൽ മെമ്മറി കാർഡിന്റെ വോള്യൂം ഹാഷ് മാറിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൽക്കാലം അത് മതിയെന്ന് തോന്നുന്നു. പോരാത്തതിന് FSL റിപ്പോർട്ടിന്റെ ഫോർമാറ്റിൽ അവരങ്ങനത്തെ പദങ്ങളായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ തൂങ്ങി മരിച്ച ഒരാളുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഫോറൻസിക് സർജന്റെ റിപ്പോർട്ടിൽ മരിക്കാനുള്ള കാരണം ശ്വാസം മുട്ടിയിട്ടുള്ളതാണ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? അല്ലാതെ ഒരു 10-20 അടി നീളമുള്ള കയറാണ് ഉപയോഗിച്ചത് എന്ന് പറയില്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്
ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്, അതായത് അന്വേഷണ ഏജൻസികളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് പറയാത്തത്. പക്ഷേ മരണകാരണം സഫക്കേഷൻ ആണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് എങ്ങനെ നടന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആ മെമ്മറി കാർഡിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്മറി കാർഡിലുള്ള 8 വീഡിയോ ദൃശ്യങ്ങളാണ് കേസിന് ആസ്പദമായത്. ആ 8 വീഡിയോ ഫയലുകളുടെ ഇൻഡിവിജ്വൽ ഹാഷ് വാല്യൂ, അതായത് ആ ഫയലുകൾ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഫയലുകൾ ഒരിക്കലും ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നത് കൊണ്ട് ആ മെമ്മറി കാർഡിലുള്ള ആ 8 വീഡിയോ ഫയൽസ് മാറ്റപ്പെട്ടിട്ടില്ല, മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അത് ആ കാര്യം ഉറപ്പിക്കാം. എന്നാൽ പിന്നെ അടുത്ത ചോദ്യം വരുന്നത് ആ വീഡിയോ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മെമ്മറി കാർഡിൽ അമ്മാതിരി കാര്യങ്ങളുടെ ഒന്നും ലോഗ്സ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ആ മെമ്മറി കാർഡ് ഉപയോഗിച്ച കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഫോറൻസിക് പരിശോധന ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഏത് മൊബൈൽ ഫോണിലാണ് ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടാണ് ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത്, ആ സിസ്റ്റത്തിലും ആ മൊബൈൽ ഫോണിലും ആയിരിക്കും ലോഗ്സ്, അതായത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, വിശദ വിവരങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആ ഡിവൈസുകളിലാണ്. അപ്പോൾ ആ ഡിവൈസുകൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ആ വീഡിയോ ദൃശ്യങ്ങൾ, അതായത് ഈ 8 വീഡിയോ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ 8 വീഡിയോ ദൃശ്യങ്ങൾ മൊത്തമായോ ചോർന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ്സ് ഇല്ലാതെ പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ആ വീഡിയോ ഫയൽസ് നമ്മൾ അവിടെ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഡിവൈസിലാണോ ഇട്ടത് ആ ഡിവൈസിൽ പ്ലേ ചെയ്യുമ്പോൾ വേറൊരു ക്യാമറ കൊണ്ടോ വേറൊരു മൊബൈൽ ഫോൺ കൊണ്ടോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ലോഗ്സ് ആ ഡിവൈസിൽ ഒരിക്കലും ഉണ്ടാവില്ല. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ആ ഡിവൈസിൽ നമ്മൾ വീഡിയോ ഫയൽസ് പ്ലേ ചെയ്യുമ്പോൾ അത് സ്ക്രീൻ റെക്കോർഡിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്തും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനുള്ള ലോഗ്സ് ഒന്നും അതിലുണ്ടാവില്ല. അപ്പം അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഡേറ്റ എക്സ്ഫിൽട്രേഷന് പല ടെക്നിക്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ പല വിധത്തിലും ഈ ഡേറ്റ എക്സ്ഫിൽട്രേറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ഈ വീഡിയോ ഫയൽസ് ചോർത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ മെമ്മറി കാർഡിലെ ഫയലുകൾ എന്നാണ് അവസാനം ആക്സസ് ചെയ്തത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും? ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം ഫയൽ പ്രോപ്പർട്ടീസ്, അതായത് ഒരു ഫയൽ നമ്മൾ എന്നാണ് ആക്സസ് ചെയ്തത് എന്നുള്ളത് ആ ഫയലിൻ്റെ പ്രോപ്പർട്ടീസിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഫയൽ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിലയബിൾ ടൂൾ അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ പ്രോപ്പർട്ടീസ് മാറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ഫയൽ പ്രോപ്പർട്ടീസ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനുള്ള ഫ്രീ ടൂളുകൾ ലഭ്യമാണ്. ഞാനതിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷേ പല വിധത്തിലുള്ള ഫയൽ പ്രോപ്പർട്ടീസ് മാനിപ്പുലേഷൻ ഫ്രീ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫയൽ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ഇന്ന് ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ചെന്നിട്ട് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചെന്നിട്ട് നമ്മളൊരു 3 ദിവസം മുമ്പാണ് അവസാനം ആക്സസ് ചെയ്തതെന്ന് നമുക്ക് ഫയൽ പ്രോപ്പർട്ടീസിൽ മാറ്റാം. അപ്പോൾ അതൊരു റിലയബിൾ സോഴ്സ് അല്ല. പിന്നെ അടുത്ത ചോദ്യം, മെമ്മറി കാർഡിലെ വേറെ എന്തെങ്കിലും ഫയലുകൾ ഡിലീറ്റ് ചെയ്യുകയോ ഷ്രെഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്നാണ് അടുത്തൊരു ചോദ്യം. FSL റിപ്പോർട്ടിൽ ഫയലുകളും ഫോൾഡേഴ്സും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി മാത്രമേ പറയുന്നുള്ളൂ. അത് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിലും 2 മൊബൈൽ ഡിവൈസുകളിലും ഈ മെമ്മറി കാർഡ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ ഫയലുകളും ഫോൾഡറുകളും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായി FSLന്റെ റിപ്പോർട്ടിലുള്ളത്. പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ FSLന്റെ റിപ്പോർട്ടിലുള്ളത് ഇതാണ്. പക്ഷേ ഏതെങ്കിലും ഫയലുകളോ ഫോൾഡേഴ്സോ ഡിലീറ്റോ ഷ്രെഡ് ചെയ്തതോ ആയി സൂചിപ്പിക്കുന്നില്ല. അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് ഒരു FSL പഠനം വേണ്ടിവരും എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഏതെങ്കിലും ഫയൽസ്, മുമ്പുണ്ടായിരുന്ന ഫയൽസോ ഫോൾഡേഴ്സോ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഒരു FSL പഠനം തന്നെ തീർച്ചയായും വേണ്ടിവരും. കാരണം ആ മെമ്മറി കാർഡിലുണ്ടായിരുന്ന വേറെ ഏതെങ്കിലും ഫയലുകൾ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫയലുകൾ ഡിലീറ്റ് ചെയ്യപ്പെടാനാണോ ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തത് എന്നും അപ്പോഴേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനുള്ള ലോഗ്സും ഇതിനുള്ള ഡീറ്റെയിൽസും കണ്ടുപിടിക്കാൻ ഒരു സുദീർഘമായൊരു പഠനം തന്നെ എന്തായാലും വേണ്ടിവരും. ആ മെമ്മറി കാർഡിലെ എന്തെങ്കിലും ഫയലുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പൊതുവെ നമ്മൾ ഈ സീരിയൽ നമ്പറൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് പറഞ്ഞ പോലെ 2022 കസ്റ്റഡിയിൽ എടുത്ത ഒരു മെമ്മറി കാർഡിന്
2024 മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2024 റിലീസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ 2024 മാനുഫാക്ചർ ചെയ്യപ്പെട്ട ഒരു മെമ്മറി കാർഡിന്റെ സീരിയൽ നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മെമ്മറി കാർഡ് മൊത്തത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതും കണ്ടുപിടിക്കാൻ ഈ റെക്കോർഡുകളുടെ ദീർഘമായ ഒരു പഠനം തീർച്ചയായിട്ടും അത്യാവശ്യം തന്നെയാണ്.